നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും പുതിയ മന്ദിരം, അത് ഉൾക്കൊള്ളുന്ന പാർലമെന്റ് സമുച്ചയം, അവിടെ ഇരു സഭകളിലുമായി ഉയർത്തിയ സീറ്റുകളുടെ എണ്ണം അത് വെച്ച് നോക്കുമ്പോൾ 2029 സെൻസസ് കണക്ക് പ്രകാരം കുറഞ്ഞത് ഇരു സഭകളിലും 50 വീതം സീറ്റുകളെങ്കിലും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് മോദി സർക്കാരിന് വലിയ ക്ഷീണമായിരിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ 140 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് പ്രതിനിധികളുടെ എണ്ണം വളരെ കുറവാണ്. 10 ലക്ഷം പേർക്ക് ഒരു MP ആണ് ശരാശരി ആകേണ്ട സാഹചര്യം. 2000-ന് മുമ്പ് അങ്ങനെ ആയിരുന്നു. 2000-ന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളെന്ന് പറയുന്നത്, ഈ രാജ്യത്തെ പോപ്പുലേഷൻ വളർച്ച എന്ന് പറയുന്നത് അത് സങ്കല്പിക്കാനാകാത്തത്ര എത്തിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. 2011-ൽ 122 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളെന്ന് ആലോചിക്കണം. അതാണ് കേവലം 15 കൊല്ലം കൊണ്ട് വീണ്ടും അടുത്ത 25 കോടി കൂടി ജനങ്ങൾ ഈ രാജ്യത്ത് അധികം ഈ രാജ്യത്തിൻ്റെ പൗരരായി മാറിയത്. ഈ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്നത് ഒരു കാര്യത്തിലും, പ്രത്യേകിച്ചും ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ള നിയന്ത്രണവും ഈ രാജ്യം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദേശീയ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധിയായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട്. അവിടെ ജാതി സെൻസസിൻ്റെ കണക്കിലെടുപ്പ് ഉൾപ്പെടെ രഹസ്യമായി നടത്തി പല ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കി ജാതി സെൻസസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി BJP കളിക്കുമ്പോൾ വാസ്തവത്തിൽ നിരവധിയായ സംഘടനകൾ, അഭിജിത് ദീപ്കെ പോലുള്ള രാജ്യത്തിന് വേണ്ടി പുരോഗമനവാദം ചിന്തിക്കുകയും പറയുകയും മാത്രമല്ല, അത് നടപ്പിലാക്കാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്നവർ മറ്റ് വഴികളിലേക്ക് ആലോചിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ അത് കുത്തനെ തലകീഴായി ഇപ്പോൾ കുത്തനെ വൻ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ GDP ഉള്ള സംസ്ഥാനങ്ങൾ, GDP വലിയ തോതിലുള്ള സംസ്ഥാനങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കൂടി പുതിയ നയങ്ങൾ ആവിഷ്കരിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ടിയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ CJP പോലുള്ള പ്രസ്ഥാനങ്ങളെ മുഖവിലക്കെടുത്ത് പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത്. സെൻസസുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമായിരിക്കും ഈ രാജ്യം കാണാൻ പോകുന്ന അടുത്ത ഏറ്റവും വലിയ പ്രക്ഷോഭം. പൗരത്വ നിയമ ഭേദഗതി പോലെ ഏറ്റവും ശക്തമായൊരു പ്രക്ഷോഭമായിരിക്കും അത്.